ഹലോ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ ഞങ്ങൾക്ക് കുടുംബത്തിനൊക്കെ സുഖമാണ്, റാഹത്താണ്. എല്ലാവർക്കും സന്തോഷവും സമാധാനവും, എന്താ പറയുക, വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ നീക്കി സന്തോഷവും സമാധാനവും നൽകട്ടെ അള്ളാഹു. അപ്പോൾ ഞാനിന്ന് വന്ന വീഡിയോ എന്താ പറയുക, നമുക്ക് ചില ആളുകൾക്ക് എപ്പോഴും ടെൻഷൻ ഉണ്ടാവും അല്ലേ? എല്ലാവർക്കും അതെ. ചില നിസ്സാര കാര്യത്തിനും അല്ലാതെ വെപ്രാളപ്പെട്ട് എന്താ പറയുക, ടെൻഷനായി വേജാറായി വേവലാതിയോടെ ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും അല്ലേ? അപ്പോൾ അത്തരം ഒരാളുകളിൽ ഈ ഒരു ദിക്കറില്ലേ അധികരിപ്പിക്കുക. എത്ര കണക്കൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് എത്രയാണോ കഴിയുന്നത് അത്രയൊക്കെ ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും കിടക്കുമ്പോഴും ഉറങ്ങുന്ന സമയത്ത് വരെ നമ്മൾ ആ ദിക്കർ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഒരു ആഗ്രഹം സാധിക്കാനാണെങ്കിൽ 313 അനുസരിച്ച് ചെല്ലണം കേട്ടോ. അപ്പോൾ ഈ ഒരു ദിക്കർ പതിവാക്കുന്നവർക്ക്, ഈ ഒരു ദിക്കർ അധികരിപ്പിക്കുന്നവർക്കില്ലേ, അധികമായി ചെല്ലുന്നവർക്ക്, ഒരുപാട് ചെല്ലുന്നവർക്കില്ലേ, ഒരിക്കലും ടെൻഷൻ ഉണ്ടാവില്ല, വേവലാതി ഉണ്ടാവില്ല, വേജാറുണ്ടാവില്ല, വെപ്രാളുണ്ടാവില്ല, മനസ്സിൽ എപ്പോഴും ഒരു സന്തോഷം ഉണ്ടാവും. ഇതാണ് ആ ദിക്കർ കേട്ടോ. എന്താ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ഈ ഒരു ദിക്കറില്ലേ നിങ്ങൾക്ക് എത്രത്തോളം ചെയ്യാൻ പറ്റും അത്രത്തോളം ചെല്ലുക. നമ്മൾ പണീൻ്റെ കൂടെയൊക്കെ ചെല്ലുക. അപ്പോൾ നമ്മുടെ മനസ്സിന് ഒരിക്കലും ടെൻഷൻ ഉണ്ടാവില്ല, വേജാറുണ്ടാവില്ല, എപ്പോഴാളുണ്ടാവില്ല, മനസ്സിന് എപ്പോഴും സമാധാനം ഉണ്ടാവും. പിന്നെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ കുടുങ്ങിപ്പോയാൽ, അപ്പോൾ എന്തെങ്കിലും കാര്യം സാധിച്ച് കിട്ടാൻ വേണ്ടി, അതുപോലെ ഞാനൊരു കുറേ മുമ്പ് ഒരു ക്ലാസ് കിട്ടിയിരുന്നു കേട്ടോ. ഒരു സഹാബിനെ അദ്ദേഹത്തിൻ്റെ മോനെ, ആ സഹാബത്തിൻ്റെ മോനെ എന്താ പറയുക, ഈ അക്രമികൾ പിടിച്ചു കൊണ്ടുപോയി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ പിതാവ് പറഞ്ഞു, നബിയെ, എൻ്റെ മകനെ കാണുന്നില്ല, ആരോ പിടിച്ചു കൊണ്ടുപോയതാണ്, ഇതുവരെ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സാറില്ല, നിങ്ങൾ വീട്ടിലേക്ക് മടങ്ങിക്കോളൂ, എന്നിട്ട് ഈ ദിക്കർ നിങ്ങൾ നേരം വെളുക്കുന്നത് വരെ അധികരിപ്പിക്കാൻ പറഞ്ഞു. ആ സഹാബത്ത് എന്ത് ചെയ്താൽ വീട്ടിൽ ചെന്നിട്ട് ഈ ദിക്കർ ചെല്ലാൻ തുടങ്ങി, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാന്ന്. അപ്പോൾ ഏകദേശം സുബൈൻ്റെ സമയം അടുത്ത സമയത്തുണ്ട്. വാതിലിനൊരു മുട്ട് കേട്ട് ചെന്ന് തുറന്ന് നോക്കുമ്പോൾ മകനാണ് വന്നത്. അദ്ദേഹത്തിൻ്റെ കൂടെ അല്ലേ ഒരുപാട് ഒട്ടകങ്ങളും കുതിരയും കഴുതി ഒരുപാട് സാധനങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ആ സഹാബത്ത് ചെന്നു, എൻ്റെ മകൻ ഇങ്ങനെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് നബിയെ. അപ്പം അദ്ദേഹത്തിൻ്റെ കൂടെ ഇത്രയും സാധനങ്ങളൊക്കെ ഉണ്ട് പറഞ്ഞപ്പോൾ ഈ സഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞറിയാം, അത് നിങ്ങൾക്ക് അള്ളാഹു ഹലാലാക്കി തന്നത് അനീമത്തിൻ്റെ മുതലാണ്, നിങ്ങൾക്ക് ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് ഈ ദിക്കറിൻ്റെ പവർ കേട്ടോ. അപ്പോൾ എനിക്ക് ഈ ദിക്കർ ചൊല്ലിയിട്ട് എനിക്കായാലും മക്കൾക്കായാലും ഒരുപാട് നേട്ടങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ 2 ആഴ്ച മുമ്പാണ് എൻ്റെ കോളേജിൻ്റെ പ്രശ്നങ്ങളായിട്ട് എൻ്റെ മോളോട് ഞാൻ പറഞ്ഞു, ഇവിടെ ഇല്ല, ബാംഗ്ലൂരാണ്, എന്തോ ചെറിയൊരു ഇതുണ്ടായിട്ട് ഞങ്ങളിങ്ങോട്ട് അവിടെ ആക്കി ഞങ്ങളിങ്ങോട്ട് പോരും ചെയ്ത്. അപ്പം മോള് പറഞ്ഞു, വെച്ചേ കോളേജിൽ നിന്ന് ശരിയായിട്ടില്ല, റൂമിലേക്ക് പോകാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു. അപ്പോൾ നീ പറഞ്ഞു എവിടെയും, ഞാൻ പറഞ്ഞു നീ എവിടെയും പോകണ്ട, അവിടെ ഇരുന്നോ അമ്മച്ചി. ഞാൻ അപ്പം തന്നെ എന്ത് ചെയ്തറിയോ, ശരീരം വൃത്തിയാക്കി വധു കൊടുത്തിട്ട് ഞാൻ 2 നിസ്കരിച്ചിട്ട് ഞാൻ എന്താക്കി, ഈ ഒരു ദിക്കർ ഞാൻ എന്താക്കി 313 തവണ ഞാൻ നേർച്ച ചെയ്ത്. പഠിച്ചോനെ, എൻ്റെ മോള് ഞങ്ങൾ അവിടെ ഇല്ലല്ലോ, ഞങ്ങൾ പോകുന്നല്ലോ, ഫസ്റ്റത്തെ വർഷമാണ്, ആദ്യത്തെ പരിചയവും കാര്യങ്ങളൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂറായപ്പോൾ മോൾ വിളിക്കുന്നുണ്ട്, എല്ലാം ശരിയായി മച്ചിയായി, യൂണിഫോമും കിട്ടി, എല്ലാം ക്ലിയറായി, നാളെ മുതൽ ക്ലാസ്സിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ടെന്ന്. അപ്പോൾ അത്രയും പവറാണ് ദിക്കറിന്. അപ്പോൾ അത് കഴിഞ്ഞ് 2 ദിവസം ആകുമ്പോഴത്തേക്ക് എൻ്റെ മോൾ ഫുള്ള് ഓതി ക്ലിയർ ചെയ്ത്. അപ്പോൾ നിങ്ങളില്ലേ, എന്തൊരു കാര്യമാണെങ്കിലും ഇല്ലേ, നേരത്തെ നമ്മുടെ ഉദ്ദേശം സാധിക്കാനാണെങ്കിൽ എന്തെങ്കിലും കൊടുക്കുന്ന രക്ഷപ്പെടാണെങ്കിൽ, ഇപ്പോൾ മക്കളായാലും ഭർത്താക്കന്മാരായാലും അതുപോലെ മക്കൾ പല വഴിക്കും പല കൂട്ടുകെട്ടിലൊക്കെ പോകുമല്ലോ, അതിനൊക്കെ നിങ്ങൾ എന്താ ചെയ്യുക, ഈ 313 തവണ നിങ്ങളും അവരെ കൊണ്ടും ചെല്ലിപ്പിക്കുക. നല്ല ഫലം കിട്ടും കേട്ടോ. അപ്പോൾ എനിക്ക് ഒരുപാട് തവണ, 1, 2, 3 അല്ല, ഒരുപാട് എണ്ണിയാൽ തീരാതെ അത്ര തവണ എനിക്ക് ഈ ഒരു ദിക്കർ കൊണ്ട് അല്ലാഹു എനിക്ക് എൻ്റെ ഹലാലായ മുറാദുകളൊക്കെ ഹാസിലാക്കി തന്നിട്ടുണ്ട്. കുടുങ്ങിയ സമയത്ത് റബ്ബ് എന്നെ സഹായിച്ചിട്ടുണ്ട്. ഈ ഒരു ദിക്കറിൻ്റെ പവറാണത്. അപ്പം ഞാൻ ചെയ്യുന്ന വീഡിയോസൊക്കെ അല്ല, ചെറിയ കുഞ്ഞു വീഡിയോസാണ്, അതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസാണ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക അറിയാം, നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് തോന്നി നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനീ പറഞ്ഞതുപോലെ നിങ്ങൾ ഈ ഒരു ദിക്കറിൽ ലാ ഹൗല വലാ ഖുവത എന്ന ദിക്കറില്ലേ, നിങ്ങൾ കഴിയുന്ന എത്ര ചെല്ലുക, അധികരിപ്പിക്കുക. ഏത് സമയത്തും ചെല്ലാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങളുടെ മനസ്സിനില്ലേ അത് അതങ്ങ് ഓട്ടോമാറ്റിക്കായി നിങ്ങൾക്ക് ജീവിതത്തിൽ പതിവാക്കിയാൽ നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാവില്ല, വേജാറുണ്ടാവില്ല, വെപ്രാളുണ്ടാവില്ല. മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും ഒന്നും നിങ്ങൾക്ക് റബ്ബ് നിങ്ങളെ കൊടുക്കില്ല. അപ്പം ഭർത്താവിനെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഭാര്യമാരുണ്ടെങ്കിൽ ഭർത്താവിൻ്റെ സ്വഭാവം കൊണ്ടാണെങ്കിലും മക്കൾ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് മക്കളെ നന്നായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം അല്ലേ. മക്കളാണെങ്കിലും ഭാര്യമാരെ കൊണ്ടാണെങ്കിലും സഹോദരങ്ങളെ കൊണ്ടാണെങ്കിലും
അങ്ങനെ ഒരു കാര്യത്തിനാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക അറിയാം, 313 തന്നെ ചെല്ലുക കേട്ടോ. 313 തന്നെ ഒരു ദിവസം കൊണ്ട് തന്നെ പൂർത്തിയാക്കാൻ ശ്രമിക്കുക. ഒരു അരമണിക്കൂർ ഇരുന്നാൽ മതിയല്ലോ. അല്ലാതെ നമ്മളെ മനസ്സിൻ്റെ ടെൻഷനും വേജാറും വെപ്പരാളോ ആദിയോ വ്യാധിയൊക്കെ മാറാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക അറിയോ, നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക. പിന്നെ നമ്മൾ പണിക്കുമ്പോഴൊക്കെ നമുക്ക് ചെല്ലാമല്ലോ. അപ്പോൾ ഇൻഷാ അല്ലാ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കേട്ടോ. ലൈക്ക് ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോസ് ഇല്ലേ പെട്ടെന്ന് മറ്റുള്ളവർക്ക് ഷെയർ ആയി പോകട്ടെ, അതുകൊണ്ടാണ് ലൈക്ക് ചെയ്യാൻ പറയുന്നത്. അതുപോലെ എന്താക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് നല്ലതാണെങ്കിൽ മറ്റുള്ളവർക്ക് കൊണ്ട് എത്തിച്ചു കൊടുക്കുക കേട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.